ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 270 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് പങ്കെടുക്കുന്നവർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാൻ പോവുകയാണ്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി വാണി ഭാഗം 21, ഭക്തസഖാ ഭഗവാൻ. ആ ചാപ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. അനേകം പേർ സ്വയം ഭക്തരെന്ന് വിളിക്കുന്നു. പക്ഷേ ഈ അവകാശവാദത്തിന് അർത്ഥമില്ല. അത് ആരുടെയെങ്കിലും മേൽവിലാസത്തിൽ ഒരു കത്തെഴുതുന്നതിന് സമമാണ്. അത് ലഭിച്ചയാൾ കത്ത് കിട്ടിയെന്ന് നിങ്ങളെ അറിയിക്കുന്നത് വരെ ആ കത്ത് മേൽവിലാസക്കാരൻ ലഭിച്ചോ എങ്ങനെ ലഭിച്ചു എന്നൊന്നും അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുപോലെ ഒരുവൻ ഒരു ഭക്തനാണോ അല്ലയോ എന്ന് ഈശ്വരൻ സ്വയം പ്രഖ്യാപിക്കേണ്ടതാണ്. അർജുനനെ കുറിച്ച് കൃഷ്ണൻ പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹം അർജുനനോട് പറഞ്ഞു, നീ എൻ്റെ ഭക്തനും എൻ്റെ സഖാവുമാണ്. ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്ന് അർജുനൻ കൃഷ്ണനോട് പ്രഖ്യാപിച്ചിട്ടില്ല. അർജുന, നീ എൻ്റെ ഭക്തനാണ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കൃഷ്ണൻ സംതൃപ്തനായില്ല. നീ എൻ്റെ സഖാവും ആണെന്ന് കൃഷ്ണൻ തുടർന്ന് പറഞ്ഞത് എന്തിനാണ്? നീ എൻ്റെ ഭക്തനാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് നീ എൻ്റെ സഖാവ് എന്നുകൂടി പറഞ്ഞത്? ഈ പ്രഖ്യാപനത്തിന് അസാമാന്യമായ ഉൾക്കാഴ്ചയുള്ള ഒരു ആധ്യാത്മിക പ്രാധാന്യമുണ്ട്. അത് നാം ആധ്യാത്മിക ജീവിതം അഭ്യസിക്കുമ്പോൾ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. നീ എൻ്റെ സഖാവാണ് എന്ന് മാത്രം ഭഗവാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അർജുനന് അഹങ്കാരം വർദ്ധിച്ച് അദ്ദേഹം കൃഷ്ണനോട് അമിത സ്വാതന്ത്ര്യം കാണിച്ചേനെ. പ്രിയപ്പെട്ടവനെ, നീ എൻ്റെ ഭക്തനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അർജുനൻ അമിതമായ വിധേയത്വം കാണിക്കുമായിരുന്നു. ഒരു തരം ഭയവും അദ്ദേഹത്തിന് നിറയുമായിരുന്നു. ഭയം കൊണ്ട് നിറയ്ക്കുവാൻ പാടില്ല. അതേസമയം അമിത സ്വാതന്ത്ര്യം എടുക്കുവാനും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഭക്തനും സഖാവും എന്ന പദങ്ങൾ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചത്. നീ എൻ്റെ സഖാവാണ്, ഒരു പരിധിവരെയുള്ള സ്വാതന്ത്ര്യം നിനക്കെടുക്കാം. നീ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ പാലിക്കുക. നിന്റെ ഭക്തിയിലും സ്വയം നിയന്ത്രണം അഭ്യസിക്കുക. ഗുരു രാമകൃഷ്ണ പരമഹംസർ. ഭക്തനുമായി പെരുമാറുമ്പോൾ ഈശ്വരൻ ഒരു സമതുലനാവസ്ഥ പാലിക്കേണ്ടതുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവിതത്തിൽ നിന്നും ഒരു ഉദാഹരണം ഇവിടെ നൽകാം. പുരാതന കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും സത്തുക്കളെ കുറിച്ച് ദുഷ്പ്രവാദം നടത്തുകയും അവർ ചെയ്യുന്ന സൽപ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. രാമകൃഷ്ണന്റെ ശിഷ്യന്മാർക്ക് ആശ്രമത്തിലേക്ക് ആവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനായി വഞ്ചിയിൽ ഗംഗയുടെ മറുകരയിൽ പോകേണ്ടതുണ്ടായിരുന്നു. ആശ്രമത്തിലെ യുവശിഷ്യന്മാർക്ക് ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള ജോലികൾ ശ്രീരാമകൃഷ്ണൻ നൽകിയിരുന്നു. അവരിൽ ഒരാൾ ശാന്തപ്രകൃതനായിരുന്ന ബ്രഹ്മാനന്ദൻ ആയിരുന്നു. വിവേകാനന്ദൻ മുൻകോപിയും ആക്രമണ സ്വഭാവമുള്ളവനും ആയിരുന്നു. ഒരു ദിവസം ആശ്രമത്തിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായി ബ്രഹ്മാനന്ദൻ വഞ്ചിയിൽ പോയി. വഞ്ചിയിൽ ഒരു കാഷായ വേഷക്കാരനെ കണ്ടപ്പോൾ മറ്റ് യാത്രക്കാർക്ക് കോപവും അവജ്ഞയും തോന്നി. അവർ ശ്രീരാമകൃഷ്ണ പരമഹംസനെ വിവിധ തരത്തിൽ
ശകാരിക്കുവാനും തുടങ്ങി. അവർ പറഞ്ഞു, അയാൾ ഒരു കള്ളസന്യാസിയാണ്, അയാൾ ചെറുപ്പക്കാരെയൊക്കെ വഴിതെറ്റിക്കുകയാണ്. തന്റെ ഗുരുവിന്റെ ഉപദേശങ്ങൾ ഓർത്തുകൊണ്ട് ബ്രഹ്മാനന്ദൻ നിശബ്ദനായി കണ്ണുനീർ വാർത്ത് അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഈ യാത്രയിൽ എന്തു സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. മടക്കയാത്രയിലും ആദ്യത്തെ പോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ശ്രീരാമകൃഷ്ണനെതിരെ പ്രയോഗിക്കപ്പെടുന്ന വാക്തർക്കങ്ങൾക്കോ ദുഷ്പ്രവചനങ്ങൾക്കോ ഒന്നും പ്രതികരിക്കാതെ മൗനമായി ശ്രവിച്ചുകൊണ്ടിരുന്നു. അവരോട് ശണ്ഠ കൂടുവാൻ അദ്ദേഹം മുതിർന്നില്ല. അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് വിശദമായി പറയുവാൻ ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാനന്ദന്റെ ദയനീയമായ കഥ കേട്ടതിനു ശേഷം സ്വാമി രാമകൃഷ്ണൻ ചോദിച്ചു, നിന്റെ ഗുരുവിനെ നിന്ദിക്കുന്നത് കേട്ടുകൊണ്ട് മൗനമായിട്ടിരിക്കുവാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? നീ ഒരു പാപം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് ആശ്രമത്തിൽ താമസിക്കുവാൻ യോഗ്യനല്ല. സമീപത്ത് തന്നെ നിന്നിരുന്ന നരേന്ദ്രൻ, അതായത് വിവേകാനന്ദൻ, ഗുരുവിന്റെ കോപവചനങ്ങൾ ശ്രദ്ധിച്ചു. ബ്രഹ്മാനന്ദൻ തന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. തന്റെ ഗുരുവിനെ വിമർശിച്ചപ്പോൾ വിവേകാനന്ദന്റെ പ്രതികരണം. അടുത്ത ദിവസം ബോട്ടിൽ കയറി സാമാനം വാങ്ങാൻ പോകേണ്ട ഊഴം വിവേകാനന്ദന്റേതായിരുന്നു. ഒരു കാഷായ വസ്ത്രധാരിയായ യുവാവിനെ വഞ്ചിയിൽ കണ്ട മാത്രയിൽ തന്നെ മറ്റ് യാത്രക്കാർ രാമകൃഷ്ണ പരമഹംസനെ നിന്ദിക്കുവാൻ തുടങ്ങി. തന്റെ ഉപദേശങ്ങൾ കൊണ്ട് രാമകൃഷ്ണൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയാണ്, ഒരു ധനികൻ അഭിപ്രായപ്പെട്ടു. തലേ ദിവസം ഗുരു പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടായിരുന്ന നരേന്ദ്രൻ തന്റെ ഇരിപ്പിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് ദൂഷണം പറയുന്ന ആളുടെ ചെകിട്ടത്ത് നല്ല ഒരു അടി കൊടുത്തു. നരേന്ദ്രൻ ബലവാനും ശക്തനുമായ ആളായിരുന്നു. അദ്ദേഹം വിമർശകനോട് പറഞ്ഞു, നിങ്ങൾ വായടച്ചു വെക്കുമോ? നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതുമുണ്ട്. ഞങ്ങളെ നിന്ദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗംഗയിലേക്ക് വലിച്ചെറിയും. കുപിതനായ യുവാവ് ഭീഷണിപ്പെടുത്തിയതുപോലെ ചെയ്തേക്കുമെന്ന് വഞ്ചിയിലുള്ള എല്ലാവരും ഭയപ്പെട്ടു. അവരെല്ലാവരും മൗനമായിരുന്നു. വിവേകാനന്ദൻ സാധനങ്ങൾ വാങ്ങിയ ശേഷം ആശ്രമത്തിൽ മടങ്ങിയെത്തി. മടക്കയാത്രയിൽ വാ തുറക്കുവാൻ ഒരാളും ധൈര്യം കാട്ടിയില്ല. തന്റെ വഞ്ചിയാത്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുവാൻ രാമകൃഷ്ണൻ വിവേകാനന്ദനോട് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചതെല്ലാം നരേന്ദ്രൻ വിശദമായിട്ട് പറഞ്ഞു. ഗുരുവിനെ നിന്ദിച്ചയാൾക്ക് ഒരു അടി കൊടുത്തു. അതിനാൽ ബാക്കിയുള്ള എല്ലാവരും അവരുടെ വായടച്ചു മിണ്ടാതെയിരുന്നു. ഉടൻ തന്നെ സ്വാമി രാമകൃഷ്ണൻ പറഞ്ഞു, ഛേ, നീ എന്തിനു കോപത്തിനടിമയായെന്നും മറ്റുള്ളവരെ വെറുപ്പിച്ച് അവരുടെ വെറുപ്പ് പ്രകടിപ്പിച്ചതും മറ്റൊരാളെ ഉപദ്രവിച്ചതും ഒന്നും ശരിയായില്ല. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് നീ ഇന്ന് ചെയ്തത്. നീ ഈ ആശ്രമത്തിൽ താമസിക്കുവാൻ അയോഗ്യനാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്കെന്താണ്? അത് നമ്മെ എന്തിനാണ് ബാധിക്കുന്നത്? അവരുടെ പ്രശംസയോ നിന്ദയോ നമ്മെ സ്പർശിക്കുകയില്ല. നരേന്ദ്രൻ ഇപ്രകാരം അപേക്ഷിച്ചു, ഞാൻ ഇന്നലെ അങ്ങ് ബ്രഹ്മാനന്ദനോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വിധത്തിൽ പെരുമാറിയത്. മിണ്ടാതെ ഇരുന്നതിന് അയാളെ അങ്ങ് ശകാരിച്ചില്ലേ? പ്രതികരിച്ചതിന് അങ്ങ് എന്നെ ശകാരിക്കുന്നു. എന്താണ് ഉചിതമായ പ്രവൃത്തിയെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ ആവശ്യാനുസരണം. തന്റെ ഭിന്ന രീതിയിലുള്ള പ്രതികരണത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ ഒരു ഉദാഹരണത്തിലൂടെ വിശദമാക്കി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു കാറിന് 4 ചക്രങ്ങളുണ്ട്. മുൻവശത്തെ ടയറിലും പുറകുവശത്തെ ടയറിലും സമ്മർദ്ദം എത്രയായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചില ടയറുകളിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടതുണ്ട്. ചില ടയറുകളിൽ സമ്മർദ്ദം കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കാറ് തടസ്സമില്ലാതെ ഓടുകയുള്ളൂ. നരേന്ദ്രൻ അമിതമായ സമ്മർദ്ദമുള്ളതാണ്, അത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ബ്രഹ്മാനന്ദന് അമിതമായ ദുർബലനാണ്, അതുകൊണ്ട് അവനെ ഉത്തേജിതനാക്കേനുണ്ട്. ശിഷ്യന്മാരുടെ സ്ഥിതിക്ക് അനുസരണമായിട്ടായിരിക്കണം ഗുരുവിന്റെ ഉപദേശങ്ങൾ. അത് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ്. ജയ സായിരാം. മാഷ് പറഞ്ഞോളൂ. ഇനി സായിരാം. ഈ അന്തർശൗചത്തില് ശ്രോതാക്കളായി നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ സായിരാം. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഏത് പറയണമെന്നുള്ള ഒരു ചിന്തയിലാണുള്ളത് ഞാൻ.
എന്നാലും ബാലവികാസിൽ കുറെ കാലം ഗുരുവായി പ്രവർത്തിച്ച സമയത്തുള്ള ചില അനുഭവങ്ങൾ ആദ്യം പങ്കിടാം എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നില്ലേ സായിരാം? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാഷേ, പറഞ്ഞോളൂ സായിരാം. ഞാൻ പിന്നെ 75-ൽ തന്നെ ബാലവികാസ് ഗുരുവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ ഏറ്റവും വളരെ ഭഗവാനുമായി വളരെ അടുക്കാനുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. 1982 പ്രശാന്തി നിലയത്തിൽ ബിൽഡിങ്സ് എല്ലാം ഇല്ലാത്ത ഷെഡുള്ള സമയത്ത് ഗുരുക്കന്മാർക്ക് 5 ദിവസത്തെ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു. അന്ന് വത്സല മാം ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നോ? ഞാൻ 81-ലേ വന്നുള്ളൂ, 82-ല് വന്നില്ല. 82-ല് കൽക്കട്ടയിലായിരുന്നല്ലോ, അപ്പൊ ശരി. അടുപ്പിച്ച് വരാൻ പറ്റില്ല. മൂന്ന് ദിവസത്തെ 4 ദിവസത്തെ യാത്രയും 3 ട്രെയിനും മാറി കയറണം. മണിയമ്മയായിരുന്നു, അതായത് ആന്ധ്രാപ്രദേശിലുള്ള മണിയമ്മയായിരുന്നു അതിന്റെ സംഘാടക. അപ്പോൾ എനിക്ക് സീനിയർ ഗുരു എന്നുള്ള നിലയിൽ അതിൽ അഡ്മിഷൻ കിട്ടി. കൂടാതെ നമ്മുടെ ഇന്നത്തെ സ്റ്റേറ്റ് സോണൽ പ്രസിഡന്റ് അന്ന് സ്റ്റഡി സർക്കിളിന്റെ സ്റ്റേജ് ഇൻചാർജാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രഭാകരൻ. അയാൾ നേരെ സ്റ്റുഡൻ്റാണ്, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻ്റാണ്. ഞങ്ങളൊക്കെ ഈ ബാലവികാസ് ഗുരുക്കന്മാരുടെ സിലബസ് ആണ് ഓരോ ദിവസവും ഗുരുക്കന്മാർക്ക് വളരെ പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളാണ് ക്ലാസ് എടുക്കുക. ഉച്ചവരെ അവരോരോ വിഷയത്തെക്കുറിച്ചും ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഭഗവാൻ വന്നിട്ട് ഈ എടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി എഴുതി കൊടുക്കാൻ പറയും. അതിൻ്റെ ഭഗവാന്റെ പ്രഭാഷണത്തിൽ അതിനൊക്കെ മറുപടിയായിട്ട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഷഡ്ദർശനത്തെക്കുറിച്ചുള്ള ക്ലാസ് വിശാഖപട്ടണത്തിലുള്ള ഒരു ശാസ്ത്രിയാണ് എടുത്തത്. അപ്പോൾ ഈ ഷഡ്ദർശനം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ഷഡ്ദർശനത്തിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ ഭഗവാനോട് പലരും ചോദിച്ചു. ഭഗവാൻ എല്ലാത്തിനും വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും മറുപടി തന്നു. ഒടുവിൽ പറഞ്ഞു, സിലബസിൽ നിന്ന് ഷഡ്ദർശനം ഷട്ടായി കളയുക, അതിനൊഴിവാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഷഡ്ദർശനം സിലബസിൽ നിന്ന് നീക്കിയത് അതാണ്. അതിനിടയിൽ ഈ ഷഡ്ദർശനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 ദിവസത്തെ ക്യാമ്പ് ഇവിടെ വെച്ചാണ് നടന്നിരുന്നത്. അതായത് ഇപ്പോൾ നോർത്ത് 5-ൻ്റെ അടുത്ത് പണ്ട് ഷെഡ് നമ്പർ 10 ആയിരുന്നു, വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഷെഡായിരുന്നു. ആ ഷെഡിൽ വെച്ചിട്ടാണ് നമുക്ക് ക്ലാസ്സുകൾ നൽകിയിരുന്നത്. അക്കോമഡേഷനും ഫുഡും എല്ലാം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തു. ഒടുവിൽ ഭഗവാൻ എല്ലാവർക്കും പാദനമസ്കാരവും കുട്ടികളെ കൂട്ടി വന്നവർക്ക് അരി ശ്രീ കുരിക്കലും ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും ഗുരു എന്ന നിലയിൽ പല സ്ഥലത്തുനിന്നും നമുക്ക് ക്ലാസ്സുകൾ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മകളെയും കൂട്ടി, അവൾക്ക് 5 വയസ്സായപ്പോൾ പ്രശാന്തി തീരത്തിൽ പോകുന്നു. എന്ന് വെച്ചാൽ 40 വർഷം മുമ്പ്. അവൾക്കിപ്പോൾ 44 വയസ്സ് കഴിഞ്ഞു. ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ അവിടെ കുട്ടികളെ അരിയിലെത്തിക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോയി എൻ്റെ മടിയിലിരുത്തി. സ്വാമി അന്നേരം വെറും മണൽ വിരിച്ച സ്ഥലമാണ്, മണലാണ്. ഇപ്പോഴേ മാതിരി കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സമയമല്ലേ. അപ്പോൾ ഒരു സ്ലേറ്റും എടുത്ത് ഇങ്ങനെ പിടിച്ചു നിന്നു. സ്വാമി ദർശനത്തിൽ നിന്നപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് കണ്ണൂരുള്ള ഭാഗത്തുള്ള സമിതിയിലുള്ള ആൾക്കാരെല്ലാം ഇരിക്കുന്ന ഭാഗത്താണ് ഞങ്ങളുള്ളത്. അവിടെ ഭഗവാൻ വന്നു എൻ്റെ മകളുടെ അടുത്ത് നിന്ന് സ്ലേറ്റ് വാങ്ങിക്കുന്നതിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്തു വെച്ചാൽ സ്വാമി അക്ഷതം സൃഷ്ടിച്ച് അവളുടെ തലയിലിട്ടു.
എന്നിട്ട് സ്ലേറ്റ് വാങ്ങി ഓംന്ന് രണ്ട് ഭാഗത്തും എഴുതി, ഒരു ഭാഗത്ത് മാത്രമല്ല, സ്ലേറ്റിൻ്റെ രണ്ട് ഭാഗത്തും എഴുതി. അത് വളരെ സന്തോഷപൂർവ്വം നമ്മളിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പലരും വളരെ നല്ലൊരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ അതിനെ കണക്കാക്കി. ഇനി ഇതിലും ഒരു കൂടുതൽ അനുഗ്രഹമുള്ള ഒരു സംഭവമാണ് രണ്ടാമത്തെ മോളെ അരിയിൽ എഴുതിക്കുന്നത് സംഭവം. രണ്ടാമത്തെ മോള് വീട്ടിൽ നിന്ന് ദിവസവും ഭജന ഉണ്ടാവും. ഭജന കഴിഞ്ഞാൽ ഭസ്മം കൊടുക്കും. ഭസ്മം കൊടുക്കുമ്പോൾ വിഭൂതി കൊടുക്കും. അപ്പം അതിന് നമ്മൾ ഭസ്മം എന്നാ പറയുക. അപ്പം ഭസ്മം ഇവയ്ക്ക് എത്ര കൊടുത്താലും തൃപ്തിയാവില്ല. കൂടുതൽ ഭസ്മം ആവശ്യപ്പെട്ടിട്ട് വാങ്ങും. അപ്പോൾ ഇവളെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവളെയും കൂട്ടിയിട്ട് ഞാൻ ഓണ സമയത്താണ് എല്ലാവരും ബസ്സിലെല്ലായിട്ട് കുറേ ആൾക്കാർ പോവുക. അങ്ങനെ പോയി. അപ്പോൾ അവളെ സ്ലേറ്റ് സ്വാമി ഇങ്ങോട്ട് വാങ്ങുന്നതിന് പകരം സ്വാമി ഇങ്ങോട്ട് നോക്കി അവളോട് സ്ലേറ്റ് കാണിക്കാൻ പറഞ്ഞു. സ്ലേറ്റ് കാണിച്ചപ്പോൾ സ്വാമി വിഭൂതി സൃഷ്ടിക്കുക ചെയ്ത്. വിഭൂതി സൃഷ്ടിച്ചിട്ട് സ്ലേറ്റ് നെറ്റിയിൽ തൊടിയിക്കുകയും ചെയ്തു. ഒന്ന് പുഞ്ചിരിച്ചു സ്വാമി. അപ്പോൾ വിഭൂതി സൃഷ്ടിച്ചപ്പോൾ സകലയാളും എടുത്ത് നോക്കാൻ വേണ്ടി അടുത്തടുത്ത് വന്നു. പക്ഷെ ഞാൻ അത് സ്ലേറ്റിലുള്ളത് അത് വെച്ച് പിന്നെ ഇവൾക്ക് കൊടുത്തതിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് എടുത്തു. അപ്പോൾ സ്വാമി ഈ ഭാവമാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സ്ലേറ്റിൽ എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ വിഭൂതിക്കാണ് ഇപ്പോൾ ഇവള് ആവശ്യപ്പെടുന്നതെന്നുള്ളതുകൊണ്ട് വിഭൂതി തന്നെയാണ് അവൾക്ക് സൃഷ്ടിച്ചു കൊടുത്തത്. ആ സ്ലേറ്റും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ അരിയിലെഴുതിക്കൽ വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവളുടെ ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു സംഗതിയിലേക്ക് കടക്കാം. ഇവള് രണ്ടാമത്തെ മോളാണ്. അവൾ പ്രസവിക്കേണ്ട ടൈം എത്തിയപ്പോൾ, കല്യാണമെല്ലാം കഴിഞ്ഞ് പ്രസവിക്കേണ്ട ടൈം എത്തിയപ്പോൾ, അതായത് 2011 ഭഗവാൻ സമാധിയാവുന്നതിന് തൊട്ട് മുമ്പിലുള്ള ജനുവരി ഡ്യൂട്ടിക്ക് ഞാൻ പോയതാ. അപ്പോൾ ഗർഭിണിയായ സമയത്ത് പോകുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, വീട്ടിൽ പുരുഷന്മാർ ആരും ഇല്ലാഞ്ഞാൽ ഇവൾക്ക് പ്രസവ ശുശ്രൂഷ ഹോസ്പിറ്റലിൽ പോകാൻ. അതൊക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കി. പ്രശാന്തിയിലെ സേവ ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ പുറപ്പെട്ടു. സേവ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ സ്വാമി ആ സമയത്ത് ദർശനം നിർത്തി വച്ചിരിക്കുക, പാദനമസ്കാരവും ദർശനമെല്ലാം. പക്ഷേ അത് സ്റ്റേറ്റസ് ഉണ്ട് 3 വർഷമാണ്. അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും അന്ന് വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പം അതിന് തയ്യാറെടുക്കുന്നവരൊക്കെ തന്നെ എനിക്ക് ഫോൺ സന്ദേശം വന്നു, മകൾക്ക് ഇങ്ങനെ പ്രസവ വേദന വന്നിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് മോളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അച്ഛൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നാൽ മതി, എനിക്ക് ഇവിടെ യാതൊരു ബേജാറും ഇല്ല, ഭഗവാൻ അതിന് എന്തെങ്കിലും ചെയ്തോളും, അതിലിടക്ക് തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അന്നേരം ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ്. ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാർ വേറെ തന്നെ ഒരു വരിയിൽ ഇരിക്കുന്നുണ്ട്, സ്വാമി വീൽ ചെയറിലിങ് വരുമ്പോൾ ഉള്ള സ്ഥലത്ത്. അപ്പം ഞാൻ സ്വാമിയോട് ഇങ്ങനെ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്, മകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രസവത്തിന് അനുഗ്രഹം ചെറിയണേ ഭഗവാനെ എന്ന് പറയുമ്പോഴേക്കും ഭഗവാൻ അതിലൂടെ വരുമ്പോൾ അത് എല്ലാവർക്കും അറിയാം. മറ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാർക്കും നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഭഗവാൻ ഒരു വിഭൂതി പാക്കറ്റ് എൻ്റെ കയ്യിൽ ഇട്ടു തന്നു. അപ്പോൾ പിന്നെ എനിക്ക് വളരെ സമാധാനമായി. ഭഗവാന്റെ അനുഗ്രഹവും കൃപയും ഉണ്ട്, ഭഗവാൻ എല്ലാം അറിയുന്ന സർവാന്തര്യാമിയാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകം വിഭൂതി തന്നതുകൊണ്ട് വളരെ വളരെ അതിൽ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ
എല്ലാവർക്കും പാദനമസ്കാരം ഒന്നും തന്നിട്ടില്ല, അവിടുന്ന് സംസാരിച്ച് മാത്രം. പിന്നെ അത് രാത്രി തന്നെ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പുറപ്പെട്ട് രാവിലേക്ക് കണ്ണൂരിൽ എത്തുമ്പോഴാണ് എന്താ വിവരം വെച്ചാൽ അവള് നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ആൺകുട്ടിയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി എൻ്റെ ജീവിതത്തിലെ ഒരു ഭഗവാന്റെ കൃപക്ക് അനുഗ്രഹത്തിന് പാത്രമായ ഒരു സംഗതിയാണ്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, മറ്റു ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ പ്രശാന്തിയിലെ സേവയിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് പ്രചോദനമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു എടുത്തു പറയാമായിട്ടുള്ള കാര്യം, നമ്മൾക്ക് പണ്ട് ജനുവരി കാലത്ത്, ജനുവരി സമയത്ത് 1992, 93 ആ കാലത്ത് നല്ല തണുപ്പായിരിക്കും പ്രശാന്തിയിലത്തിൽ. ആ സമയത്ത് പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഏഴ് ജില്ലയും സേവനത്തിലുണ്ട്. അപ്പം അത് വാട്ടർ ടാങ്കുകളുടെ മേലെയാണ് ഇവർക്കെല്ലാം ജോലിയുടെ സേവ. ഈ വാട്ടർ ടാങ്കുകളുടെ മേലെ രാത്രിയിൽ വലിയ തണുപ്പും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ദിവസം പെട്രോളിങ്ങിന് പോയിട്ടുള്ള ആ സേവാദൽസിനോട് ഇവർ പറഞ്ഞു, എന്താ അറിയോ, ഇവിടെ രാത്രി ഭയങ്കര തണുപ്പെന്ന് മാത്രമല്ല ഇഴജന്തുക്കളുണ്ട്, കമ്പിളിയൊന്ന് നമുക്ക് കിട്ടിയാൽ തരക്കേടില്ല, അതൊന്നും സെക്യൂരിറ്റി ഓഫീസർമാരെ അറിയിക്കാൻ വേണ്ടി നമ്മളുടെ സെക്യൂരിറ്റി ഓഫീസറുടെ ബുക്കിലെല്ലാം എഴുതി വെച്ചു. ഇത് രാത്രി പെട്രോളിങ് പോയ കൂട്ടർ കൊണ്ടുവന്ന വിവരമാണ്. അപ്പോൾ കാലത്തെ അന്ന് നന്ദാജിയും ജാനകിരാമുമാണ് സെക്യൂരിറ്റി ഓഫീസേഴ്സ്, 2 പേരാണ്. അപ്പോൾ അവരോട് പറയാം, സ്വാമി പിന്നെ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ അതിനിടയിൽ സമയം പോലെ പറയാമെന്ന് ഒക്കെ വിചാരിച്ചിരിക്കുകയാണ്. അന്ന് കാലത്തെ, അതായത് തലേന്ന് രാത്രിയായി എഴുതി വെക്കുന്നത്, അന്ന് കാലത്ത് 7 മണിക്ക് ആ സമയത്ത് സ്വാമിയുടെ ദർശനം കിട്ടുക. 7 മണിക്ക് ദർശനത്തിന് പോയപ്പോൾ സ്വാമി പറയുകയാണ്, ഈ സെക്യൂരിറ്റി ഓഫീസർമാരെ വിളിച്ചിട്ട് ഈ വാട്ടർ ടാങ്കിൻ്റെ മേലെയെല്ലാം സേവക്ക് വന്നിട്ടുള്ളവർക്ക് പുതക്കാൻ കമ്പിളിയും ഇഴജന്തുക്കളുണ്ടെങ്കിൽ അവരെ സുരക്ഷിതത്വത്തിന് വേണ്ടി ടോർച്ചും കൊടുക്കണമെന്ന് പറയും. നോക്കുക, ഈ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളിലൂടെ അങ്ങോട്ട് സെക്യൂരിറ്റി ഓഫീസർമാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. പക്ഷെ ഭഗവാൻ അതിൽ നേരിട്ട് ഇടപെട്ടു. നമ്മളുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറിയത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ടായി. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പിന്നെ ഒരു അവസരം വരുമ്പോൾ പറയാം. അപ്പോൾ അത് പ്രശാന്തിയിലെ സേവയിലുള്ള ഒരു അനുഭവമാണ്. ഇന്നിപ്പോ അനുഭവം ശരി. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ കൃപയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സായിരാം. വളരെ സന്തോഷം മാഷേ, വളരെ സന്തോഷം. സായിരാം, ഭഗവാൻ വെച്ചോളൂ. మనము అనుభవించి దైవంగా విశ్వసించాలి. That experience God in all that you see, in all you hear, in all that you enjoy. కష్టములు, దుఃఖములు, విచారములు, స్వరూపం But it is possible God of difficult దైవ స్వరూపమే. దైవ స్వరూపమే. That దైవ స్వరూపమే. the treasure is చిన్న ఉదాహరణము, small example. భగవంతుడు నారాయణుడని మీరు విశ్వసించారు. You can say God is Narayana. ఆ నారాయణుడు అనేక విధములైనటువంటి యొక్క నటన చేస్తూ వస్తుంటాడు. Narayana, God acts in varied ways. హిరణ్యకశిపుని హింసించాడు, తన కుమారుడైన ప్రహ్లాదుని రక్షించాడు. And in fact, he killed Hiranyakashipu while Prahlada was protected. ప్రహ్లాద నారాయణ 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 నామచింతన చేతనే జీవిస్తున్నాడు కనుకనే అతనికి దేవుడయ్యాడు. As Prahlada spent all his time chanting his name of God, he could have his ఆ manifestation. సేమ్ నారాయణుడే
ఈ యొక్క జీవితాన్ని ప్రధానంగా అందుకొని దైవత్వాన్ని విస్మరించి తాను జీవిస్తూ పోయాడు కనుకనే ఈ హిరణ్యకశిపునికి ఈ యొక్క నారాయణుడే యముడయ్యాడు. Because Hiranyakashipu considered the entire life and body identification has forgotten God and he was killed. దేవుడు తానే, యముడు తానే. He is God and he is same time destroyer. కనుక ఈ రెండు కూడాను దైవ స్వరూపములే కదా. Both are the same forms of the divine. కనుక చెడ్డలో కూడాను మంచి ఉంటున్నది. There is good even in bad. ఆ మంచితనము యొక్క తత్వమే దైవత్వము. That goodness is divinity. ബാലേട്ടൻ പാടിക്കോളൂ. സായിരാം സായിരാം സായിരാം. ഗംഗ ജടാധര ഗൗരീ ശങ്കര ഹര 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 ശങ്കര. ഗംഗ ജടാധര ഗൗരീ ശങ്കര ഹര 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 ശങ്കര. പർത്തിപുരീശ പാപവിനാശ ചിന്മയരൂപ സായീശ്വര ശങ്കര ശിവ ശങ്കര. ഹര 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 ശങ്കര. ഹര 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 ശങ്കര. ഗംഗ ജടാധര ഗൗരീ ശങ്കര ഹര 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 ശങ്കര. പർത്തിപുരീശ പാപവിനാശ ചിന്മയരൂപ സായീശ്വര ശങ്കര ശിവ ശങ്കര. ഹര 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 ശങ്കര. ഹര 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 ശങ്കര. ഗംഗ ജടാധര ഗൗരീ ശങ്കര ഹര 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 ശങ്കര. സായിരാം. സായിരാം. സായി ഉപമ. സ്വാദിഷ്ടമായ ഭക്ഷണം ലഭ്യമായതുകൊണ്ടും നൽകപ്പെടുന്നതുകൊണ്ടും ആളുകൾക്ക് അമിതമായി ആഹരിക്കുവാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു. നമ്മുടെ ചുറ്റും വായു വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും നാം ആവശ്യത്തിൽ കൂടുതൽ ശ്വസിക്കാറില്ല. ഒരു തടാകം നിറയെ വെള്ളമുണ്ടെങ്കിലും നാം ദാഹശമനത്തിന് വേണ്ടത്ര മാത്രമേ കുടിക്കുകയുള്ളൂ. പക്ഷേ അമിത ഭക്ഷണം ഇന്ന് സമൂഹത്തിലെ പരിഷ്കാരശീലവും സാമൂഹ്യ തിന്മയും ആയിരിക്കുന്നു. ഉദരം മതിയെന്ന് നിലവിളിച്ചാലും നാവ് കൂടുതൽ ആവശ്യപ്പെടുന്നു. അതിനെ മനുഷ്യൻ അസുഖത്തിന്റെ നിസ്സഹായ പാത്രമായി തീരുന്നു. അയാൾ രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. അസുഖം വരാതെ ഇരിക്കുവാനുള്ള ഉത്തമ മാർഗം മിതാഹാരം ആണ്. അതുപോലെ ചെറിയ അസ്വസ്ഥതയ്ക്ക് ആശുപത്രിയിലേക്ക് ഓടാതിരിക്കുക. കൂടുതൽ ഔഷധ സേവയും നല്ലതല്ല. അസുഖത്തിനെതിരെ പോരാടാൻ പ്രകൃതി നിയമം അനുസരിച്ച് സ്വാസ്ഥ്യം വീണ്ടെടുക്കണം. പ്രകൃതിദത്തമായ രോഗനിവാരണ മാർഗങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ഏകാഗ്രതയുടെ തോത് നിശ്ചയിക്കുന്നത്. ഭക്ഷണത്തിന്റെ ഗുണവും അളവും നിങ്ങളുടെ ആത്മനിയന്ത്രണത്തെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നു. മലിനമായ വായു, ജലം നാനാതരത്തിലുള്ള രോഗാണുക്കൾ നിറഞ്ഞതായതിനാൽ അത് ഉപേക്ഷിക്കുക. 4 തരം മലിനീകരണം അഥവാ അശൗചമാണ് നടക്കുന്നത്. അതിനെപ്പറ്റി മനുഷ്യൻ ജാഗ്രത പാലിക്കണം. ജലം കൊണ്ട് വൃത്തിയാക്കാവുന്ന ശരീര മാലിന്യം, സത്യം കൊണ്ട് മാറ്റാവുന്ന മനോമാലിന്യം, ശരിയായ അറിവ് കൊണ്ട് മാറ്റാവുന്ന ബൗദ്ധിക മാലിന്യം, ഈശ്വരഭക്തി കൊണ്ട് മാറ്റാവുന്ന ആത്മമാലിന്യം എന്നിവയാണ് അത്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു.
സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. ലക്ഷ്മൺ മാഷിനും ബാലേട്ടനും പ്രത്യേക താങ്ക്സ്.